മെട്രോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ അഭിഷേകവുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിഷേകത്തിൻ്റെ ക്യാരക്ടേഴ്സാണ് പറഞ്ഞത്. എംപവർമെൻറ്റ്, ഇക്വിപ്പിംഗ് ആൻഡ് വിസ്ഡം ആൻഡ് ഡിസേൺമെൻറ്റ്. ഇതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ് നമുക്ക് വരുന്നത്. പല തരത്തിലുള്ള അഭിഷേകമുണ്ട്. ബൈബിളിൽ പറയുന്ന അഭിഷേകം നമ്മളത് പഴയ നിയമത്തിലുള്ളതാണെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമത് ചുരുക്കമായി പറയാം, ഒന്ന് പ്രീസ്റ്റ്ലി അനോയിൻറ്റിംഗ് ആണ്. പുരോഹിതനായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യും. ഫോർ ദ മിനിസ്ട്രി ആൻഡ് സർവീസ്. ഇത് ശുശ്രൂഷയും അവനെ ചെയ്യാനുള്ള സർവീസിനും വേണ്ടിയുള്ളതാണ്. രണ്ട് വാക്യങ്ങൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഈ വാക്യങ്ങൾ പറയുന്നത് പിന്നീട് സമയമുള്ളപ്പോഴത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പുറപ്പാട് 29:7. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. ഇത് പുരോഹിതന് വേണ്ടിയുള്ള അഭിഷേകത്തെക്കുറിച്ച് പറയുന്നതാണ്. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും അഭിഷേകം ചെയ്യേണ്ടതിനെക്കുറിച്ച് മോശയ്ക്ക് കൊടുക്കുന്ന കൽപ്പന അനുസരിച്ച് ചെയ്യുന്നതാണ്. അത് പുറപ്പാട് പുസ്തകം 29:7. ലേവ്യ പുസ്തകം 8:12 അവൻ അഹരോൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അപ്പോഴിത് ഒരു സെപ്പറേഷൻ വേണ്ടിയാണ്. അഹരോനെ അവൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അതിന് പ്രീസ്റ്റ്ലി അനോയിൻറ്റിംഗ് ഉണ്ട്, പഴയ നിയമത്തിലുണ്ട്. അത് ഇന്നും ഈ പ്രീസ്റ്റ്ലി അനോയിൻറ്റിങ് ചില പട്ടത്വ സമൂഹത്തിലുള്ള സഭകൾ ചെയ്യുന്നുണ്ട്. അവരെ അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നുണ്ട്. രണ്ടാമത് പ്രൊഫറ്റിക് അനോയിൻറ്റിംഗ് ആണ്. പ്രൊഫറ്റിക് അനോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവാചക ദൗത്യത്തിന് വേണ്ടി മാറ്റുന്നു. നമുക്കതിനകത്ത് ഒരു റെഫറൻസായിട്ട് എടുക്കാനായിട്ടുള്ള പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത് വിടുന്ന കാര്യങ്ങളുണ്ട്. നമ്മളതിനെ ഉണ്ട് അതിനകത്ത്, അതിലേക്ക് ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉള്ളൊരു അഭിഷേകത്തെക്കുറിച്ച് യെശയ്യാപ്രവചനം 61:1 നേരത്തെ റെഫർ ചെയ്താണ്. എളിയവരോട് സദർത്തുവാനും ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ആശ്വസിപ്പിപ്പാനും ഇങ്ങനെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രൊഫറ്റിക് മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവിനെ അഭിഷേകം ചെയ്യുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്കറിയാം, ഏലിയാവും ഏലിശയൊക്കെ അഭിഷേകം പ്രാപിച്ചാണ് ആ ശുശ്രൂഷ ചെയ്തതെന്നറിയാം. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു അനോയിൻറ്റിംഗ് ആണ് കിങ്ലി അനോയിൻറ്റിംഗ്. കിങ്ലി അനോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അതെന്താണ്? ലീഡർഷിപ്പും അതോറിറ്റിക്കും വേണ്ടിയുള്ള അഭിഷേകമാണ്. ലീഡർഷിപ്പ്, അതോറിറ്റി. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വായിച്ച വാക്യം 1 ശമൂവേൽ 16:13 ശമൂവേൽ അവനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണും. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. സങ്കീർത്തനം 89:20 ഇതേ കാര്യം തന്നെ പറയുന്നു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. അപ്പോഴിത് അവനെ ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു അതോറിറ്റി, കിങ്ഷിപ്പിലേക്കുള്ള അഭിഷേകമാണ്. ഏറ്റവും പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ടുള്ളത് ഇത് മൂന്നും കർത്താവിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു ഹൈ പ്രീസ്റ്റ് ആയിരുന്നു, ഒരു പ്രോഫറ്റായിരുന്നു, ഒരു രാജാവായിരുന്നു. ഈ 3 അഭിഷേകവും കർത്താവിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മറന്നു പോയിരുന്നു. ഇനി എങ്ങനെയാണ് ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അഭിഷേകം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ 7 പില്ലർ പറഞ്ഞില്ലേ, അത് തന്നെ അഭിഷേകം പ്രാപിക്കുന്നത്. ശരിക്കും പ്രാർത്ഥനയിൽ കൂടിയും ഫാസ്റ്റിങ്ങിൽ കൂടിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കേണ്ടത്. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നുള്ള ഹൃദയവാഞ്ഛയുമായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ പരിശുദ്ധാത്മാവിന് എത്രയധികം അവർക്ക് കൊടുക്കും എന്നാണ് ദൈവത്തിൻ്റെ പ്രോമിസ്. നിങ്ങൾ അത് എത്ര അധികമെന്നൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ ഒരു വായു പോലെ വന്ന് നമ്മളെ നിറയ്ക്കുന്ന ഒന്നുമല്ല. പരിശുദ്ധാത്മാവിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ദാറ്റ് ഈസ് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്. അതിനോടൊപ്പം തന്നെ കോൺസെക്രേഷൻ ആൻഡ് സറണ്ടർ. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ദ പവർ ഓഫ് സറണ്ടേഡ് ലൈഫിനെ കുറിച്ച് 4 എപ്പിസോഡിന് മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കും. കോൺസെക്രേറ്റിംഗ് അവേഴ്സെൽസ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യാണ്.
എന്നുവെച്ചാൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. എവിടെയാണ് ഡെലിവറൻസ് വരുന്നത്? നമ്മളെപ്പോഴും നമ്മുടെ ഹിതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമുക്കതിന് ഉത്തരവും കിട്ടത്തില്ല. എന്നാൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മളെ തന്നെ സെറ്റപ്പാർട്ട് ചെയ്ത് ഐ ആം ഹോളി, ദൈവം പറഞ്ഞാണ് ഞാൻ വിശുദ്ധനാവുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കുക. വിശുദ്ധർ എന്നുള്ള മീനിങ്ങിന് തന്നെ സെറ്റപ്പാർട്ട് എന്നുള്ള മീനിങ്ങാണ്. ഈ ഫാരസി എന്ന് പറയുന്ന മീനിങ്ങും അത് തന്നെയാണ്. ഫാരസി, ഐ എം എ ഫാരസി ടു ഗോഡ് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. പരീശൻ, കോൺസിക്രേറ്റിംഗ് വൺ സെൽഫ് ടു ഗോഡ്. എന്നെ തന്നെ ഞാൻ ദൈവത്തിലേക്ക് അങ്ങ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വില്ല് മുഴുവൻ, എൻ്റെ ഇമോഷൻസ് മുഴുവൻ, എൻ്റെ മനസ്സ് മുഴുവൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായി. യേശുവിനെ എൻ്റെ കൂടെ കൊണ്ട് നടക്കുകയല്ല, യേശുവാണ് എന്നെ ഗൈഡ് ചെയ്യേണ്ടത്. കാറ് ഓടിക്കുന്ന യേശുവാണ്, ഞാൻ പുറകിലിരിക്കുക. ഞാൻ ഓടിച്ചിട്ട് യേശു പുറകെ ഇരിക്കുകയല്ല. അതുകൊണ്ട് കോൺസെൻട്രേറ്റിംഗ് അവേഴ്സെൽസ് ആൻഡ് സറണ്ടറിങ് ടു ഗോഡ്. മൂന്നാമത് അഭിഷേകം പ്രാപിക്കുന്നത് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസരണവുമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്, അല്ലേ? അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എപ്പോഴാണ് നീതിയായി കണക്കിട്ടത്? ദൈവം പറഞ്ഞു, ആദ്യം ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. യാത്ര ചെയ്യാൻ പറഞ്ഞു, യാത്ര ചെയ്തു. അവസാനം ഒരു പ്രോമിസ് കൊടുത്തു, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ആ സന്തതി അവന് കൊടുത്തു. ആരാണ്? ഇസാക്ക്, വാഗ്ദത്ത സന്തതി. അന്നേരം വാഗ്ദത്ത സന്തതിയെ കൊടുത്തിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ അവനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ. അതാണ് അനുസരണം, ഫെയ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചിട്ടില്ല. ദൈവം അവനെ പരീക്ഷിച്ച അവസാനത്തെ പരീക്ഷയായിരുന്നു അത്. ദൈവം പിന്നെ അവനെ പരീക്ഷിച്ചിട്ടില്ല, കാരണം അവൻ്റെ ഒബീഡിയൻസ് മനസ്സിലായി. ഒബീഡിയൻസ് എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അനുസരണം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കാര്യമാണ്, ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. എന്നെ വിളിച്ച വിശ്വാസത്തിൻ്റെ അനുസരണമായി. അതെങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അനുസരണം? എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്? ദൈവം തന്നിരിക്കുന്ന പ്രോമിസിൽ ട്രസ്റ്റ് ചെയ്യുക. അവങ്കിലേക്ക് നോക്കിയവർ ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കത്തില്ല. അതാണ് ട്രസ്റ്റ്. നോക്കിയിട്ട് അയ്യോ ഞാൻ ലജ്ജിച്ചു പോവുമോ, അവിടെ സംശയം വരാനല്ല ഇരിക്കുന്നത്. ലജ്ജിക്കില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കില്ല. അപ്പോഴ് പാസ്റ്ററെ ഫെയിലിയറായിപ്പോയി. എന്താ? ദൈവത്തിന് വേറെ പർപ്പസ് ഉണ്ട്, അതിൽ കൂടി വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫെയിലിയറായത്. അതിനെക്കുറിച്ച് നിങ്ങൾ വറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിലാണെങ്കിൽ ഫെയിലിയർ ഈസ് എ ഗ്രേറ്റ് സ്റ്റെപ്പ് ടു സക്സസ്. നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പടിയാണ് നിങ്ങളന്ന് തോറ്റുപോയത്. നിങ്ങളത് തോറ്റില്ലായിരുന്നെങ്കിൽ, പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, എന്തോ അംഗവൈകല്യം വന്ന് രാജാവിനെ പിടിച്ചുകൊണ്ട് നായാട്ടിന് പോയ സമയത്ത് ആരാണ്ട് കാട്ടിലുള്ളവർ പിടിച്ചുകൊണ്ട് പോയെന്നും അവസാനം അയാൾക്ക് എങ്ങനെ ഒരു അംഗവൈകല്യം വന്നുകൊണ്ട് മാത്രം അയാളെ കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞപ്പം വെട്ടിക്കൊല്ലാനായിട്ട് എന്തോ അവരുടെ ദൈവത്തിന് പൂജയ്ക്ക് വേണ്ടി വെട്ടിക്കൊല്ലാനായിട്ട് ചെയ്തപ്പോൾ അംഗവൈകല്യം ഉണ്ടോയെന്ന് അവനെ വിട്ടു, ഉപേക്ഷിക്കാൻ വിട്ടു. അതുകൊണ്ട് അവനൊരു അംഗവൈകല്യം വന്നത് ഒരു ബ്ലെസ്സിങ് ആയി, അവന് ജീവൻ കിട്ടിയില്ലേ? ഒരു കഥയാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ ജീവിതത്തിലൊരു ഫെയിലിയർ വന്നെന്ന് പറയും ജീവിതം തീർന്നു എന്നുള്ളതല്ല അർത്ഥം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ഫെയിലിയർ വന്നിട്ടുണ്ട്. എന്നാൽ അത് ദൈവത്തിൻ്റെ പ്രോമിസിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുവാനും അവൻ്റെ കൽപ്പനകൾ, അവൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കമാൻഡ്മെൻറ്റ്സും അനുസരിപ്പാനും, അവൻ്റെ കൽപ്പനകൾ അനുസരിപ്പാനും ഉള്ള ഹൃദയവാഞ്ച നമ്മളിലുള്ളോ അതനുസരിച്ച് അഭിഷേകത്തിൻ്റെ ശക്തി നമ്മൾ കൂടി വരും. അതാണ് ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഞാൻ ആ ഉപവാസത്തിൻ്റെ ഒരു 3 എപ്പിസോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സ്പെസിഫിക്കായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ അഭിഷേകം, ദൈവം തരുന്ന ദർശനത്തിലെ ഓരോ പടി വളരുന്നതെന്ന്. ആ ദർശനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ദൈവം നിറവേറ്റാനുള്ള അഭിഷേകം തരും. നമുക്ക് ഒരേ ഒരു കാര്യമാണ് വിശ്വാസം, അനുസരണം. വിശ്വാസം അനുസരണമാണ് ആവശ്യം. അപ്പോഴേ നമ്മൾ അഭിഷേകം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയും ഉപവാസത്തിലും ഇരിക്കുക, നമ്മുടെ ജീവിതങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് സറണ്ടർ ചെയ്യുക, നമ്മൾ വിശ്വാസം അനുസരിച്ച് അനുസരിക്കുക, കർത്താവിൻ്റെ പ്രോമിസ് എല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്
അതിൽ നമ്മൾ ആശ്രയിക്കുകയും നമ്മൾ അവൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാനായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ, അല്ലാതെ ഇതിന് വേറെ പ്രത്യേക ഷോർട്ട് കട്ടുകളൊന്നുമല്ല. ഇതിനകത്ത് ഈ അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക, പരിശുദ്ധാത്മാവിലാണ് പുതിയ നിയമത്തിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കുന്നത്. ഒരുവൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരികയാണ്. അതിന് മുമ്പേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വരുന്നതുകൊണ്ടാണ് അവന് പാപബോധത്തെക്കുറിച്ച് ചിന്തയൊക്കെ വരുന്നത്. അപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ വരികയും വസിക്കുകയും ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അവൻ പറയുക, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി വരണം എന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 1:22 പറയുന്നത്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. അതിനു മുമ്പ് ഞങ്ങൾ നിങ്ങളോട് ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമുക്ക് ഹൃദയങ്ങൾ തന്നുമിരിക്കുന്നു. ഈ അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടെടുപ്പ് നാളിനായിട്ട് എഫേസ്യർ 4:30 പറയുന്നുണ്ട്. അതുപോലെ എഫേസ്യർ 1:14 പറയുന്നുണ്ട്, ഈ മുദ്ര നമുക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് ഉള്ള മുദ്രയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ വകയാണ് എന്ന് പറഞ്ഞ് ദൈവം മുദ്ര തരികയാണ്, ആത്മാവിൻ്റെ മുദ്ര. അത് ആദ്യ ഗഡുവായ അഡ്വാൻസായിട്ട് നമുക്ക് നൽകുകയാണ് നമ്മൾ കർത്താവിനെ അറിയുന്ന സമയത്ത്. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അതിന് വേറെ രീതിയിൽ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനാലുള്ളൊരു സ്നാനമെന്നും ചില സ്ഥലങ്ങളിൽ അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിനുള്ള സ്നാനം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരികയാണ് അല്ലേ? അത് നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്. ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളതിൽ ശരിക്കും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായും കർത്താവിൽ ചിലപ്പോൾ വിട്ടുകൊടുത്ത് കാണത്തില്ല. ചില കാര്യങ്ങളൊക്കെ ഇപ്പം അപ്പോഴും ജീവിതത്തിൽ ക്ലീൻ ചെയ്യാനായിട്ടുണ്ടാവും. യേശു വന്നു, ശരിയാണ്. യേശു വന്നു കഴിയുമ്പോഴെല്ലാം അങ്ങ് പെർഫെക്റ്റ് ആകത്തൊന്നുമില്ല. അത് പിന്നെ ആ പ്രോസസ്സിൽ നിങ്ങൾ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധീകരണ പ്രോസസ്സിൽ കടന്നു പോവുകയാണ്. അപ്പോഴേ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും നിങ്ങളെ പല കാര്യങ്ങൾ കാണിച്ചു തരുന്നതനുസരിച്ച് നിങ്ങളതിൽ ഇങ്ങനെ ക്ലീനായി ഓരോ നില ഇൻക്രീസ് ചെയ്ത് വരും. അവിടെയാണ് ദൈവത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ നമ്മൾ പൂർണ്ണമായി എത്രയും വിട്ടുകൊടുക്കുന്നു, അതനുസരിച്ച് എസ്കേൽ പറയുന്ന പോലെ നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ നിറയുന്ന അനുഭവത്തിലേക്ക് വരുന്നു. അവിടെയാണ് ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ് വരുന്നത്. അത് ഒരു വരികയും പരിശുദ്ധാത്മാവ് വരികയല്ല, ആ ആത്മാവിൽ നിറയുന്ന ഒരനുഭവം. ബീയിങ് കണ്ടിന്യൂസ്ലി ഫിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർമാനമായി നിറയുക എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഫുള്ളാവത്തില്ല, ചില സമയങ്ങളിൽ ഫുള്ളാവും എന്നുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കാനുള്ളൊരു ആവി പോലെ അല്ലെങ്കിൽ ഒരു വായു പോലെ നിറയുക എന്നുള്ളതല്ല. ആ പേഴ്സണാലിറ്റിക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇൻഫ്ലുവൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസിനുള്ള ഫ്രീഡം നിങ്ങൾ എത്ര കൊടുത്തിരിക്കുന്നു അതനുസരിച്ചായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങൾ വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങൾ വരുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലം നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ആ ഫലം നിങ്ങൾ പുറപ്പെടുമ്പോൾ അതാണ് നിങ്ങളെ നിറയ്ക്കുന്നത്. ആ ഒരു രീതിയിൽ പറഞ്ഞാൽ അവിടെയാണ് ഒരു അഭിഷേകം വരുന്നത്. ഈ അഭിഷേകത്തിൽ കൂടി എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളെ നേരത്തെ പറഞ്ഞു ഇക്വിപ്പ് ചെയ്യും, എംപവർ ചെയ്യും, അതുപോലെ നിങ്ങൾക്ക് ഡിസേൺമെൻറ്റ് തരും, ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിടും. പരിശുദ്ധാത്മാവ് നിയമിക്കുന്നത് പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, അതുപോലെ ഉപദേഷ്ടാക്കന്മാർ എന്ന നിലകളിലുള്ള ശുശ്രൂഷകൾ ചിലപ്പോൾ നിങ്ങൾ ആത്മാവ് ഫലമേൽപ്പിക്കും. അത് നിങ്ങൾ ഏറ്റെടുക്കണം ദൈവം പറയുമ്പോൾ. എഫേസ്യർ 4:11 പറയുന്ന പോലെ സഭയുടെ ഉത്തരവാദിത്വം വഹിക്കേണ്ട ബിഷപ്പ്, പ്രിസ്ബിറ്റേഴ്സ് അല്ലെങ്കിൽ മൂപ്പൻ, കൂട്ടുമൂപ്പൻ, അധ്യക്ഷൻ തുടങ്ങിയ ശുശ്രൂഷകൾ ഈ അഭിഷേകം നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം അഭിഷേകത്തിൽ കൂടിയാണ് വരുന്നത്. പുതിയ നിയമസഭയിൽ നമുക്കറിയാം, ഓരോരുത്തരുടെ തലയിൽ കൈവച്ച്
അഭിഷേകം ചെയ്ത് വിട്ടതായിട്ട് കാണുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകി വേർതിരിച്ചിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞ്, പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകി വേർതിരിച്ചിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിന് ബോധ്യത്തിനായിട്ടാണ് കൈവച്ച് നിയമിക്കുന്നത്. ശരിക്കും പരിശുദ്ധാത്മ ഒരാളീ വരുന്നത് നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല. പണ്ട് യേശുവിൻ്റെ തലയിൽ പ്രാവ് പോലെ ഇറങ്ങി വന്നെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് എനിക്ക് കാണാനൊന്നും പറ്റത്തില്ല. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രസൻസ് വന്നിരിക്കുന്നത് ചില വിഷനും ദർശനങ്ങളും ഒക്കെ ചില ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അനദർ തിങ്. അതാ ഡിസേൺമെൻറ്റും പവറും ഒക്കെയാണ്. എന്നാൽ ഇത് ഒരു പൊതുസമൂഹ മധ്യത്തിൻ്റെ ബോധ്യത്തിനായിട്ടാണ് അവരെ കൈവച്ച് നിയമിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. സഭയിലൊക്കെ ശുശ്രൂഷന്മാരെ വേർതിരിക്കുമ്പോഴേ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിൽ കൂടിയും ഉപവാസത്തിൽ കൂടിയും ദൈവത്തിൽ നമ്മൾ സമർപ്പിക്കുന്നതിൽ കൂടിയാണ് നമ്മൾ അഭിഷേകം പ്രാപിക്കുന്നത്. നമ്മൾ മറന്നുപോകണം. അപ്പോൾ ഈ അഭിഷേകം ഒരു പർട്ടിക്കുലർ ദൗത്യത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം. എന്നാലും ക്രിസ്തീയ സമൂഹത്തിലെ എല്ലാവരും സുവിശേഷകന്മാരാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സുവിശേഷകന്മാരായിട്ട് ദൈവം വിളിച്ചാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുള്ളപ്പോൾ എല്ലാവരും അഭിഷേകം പ്രാപിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയാനായിട്ടുള്ളത്. എല്ലാവരും അഭിഷേകം പ്രാപിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇടയന്മാർക്കുള്ളതാണ്, ഇത് സുവിശേഷന്മാർക്കുള്ളതാണ്, ഇത് ഉപദേഷ്ടാക്കന്മാർക്കുള്ളതാണ് എന്നുള്ളൊരു ചിന്തയല്ല. എല്ലാവരും അഭിഷേകം പ്രാപിക്കേണ്ട ആവശ്യമാണ്. പരിശുദ്ധാത്മാ സ്നാനത്തേക്ക് ഉപരിയായിട്ട് കുറച്ചുകൂടി ഒരു ഹൈ ലെവൽ ഓഫ് ഫില്ലിങ്, അതാണ് ശരിക്കും അഭിഷേകം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു ഫില്ലിങ്ങും അനോയിൻറ്റിങ്ങും തമ്മിൽ നമ്മൾ എപ്പോഴും അത് കാഴ്ചപ്പാട് വേണം. നേരത്തെ പറയും ഫില്ലിങ് എല്ലാവർക്കും ഉണ്ടാവും. അതിൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. ഫില്ലിങ് എല്ലാവർക്കും ഉണ്ടാക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയണം എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചില ഇൻഡ്യൂഷൻസ്, ഉൾവിളികൾ, അല്ലെങ്കിൽ ചില കൺവിക്ഷൻസ് നിങ്ങളുടെ ഹൃദയങ്ങൾ തരും. നീ ഇന്നടത്തോട്ട് പോവുക, നീ ഇന്ന കാര്യം ചെയ്യുക. നീ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവം വെളിപ്പെടുത്തി തരുന്നത്. നീ ഇന്ന ശുശ്രൂഷ ചെയ്യണം, ഇന്നടത്ത് പോയി ശുശ്രൂഷിക്കണം, ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നു. അത് ആണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ആയിത്തീരുന്നത് നമ്മൾ മറന്നു പോകണം. അതുകൊണ്ട് അഭിഷേകത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രയാണ് അഭിഷേകം. അതിലാണ് ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്നാനത്തോടു കൂടി അത് പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫിലിംഗ്, സ്നാനം, ഡ്വെല്ലിങ് എന്നൊക്കെ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ മൂന്നാമത് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയമനം, ഒരു അപ്പോയിൻമെൻറ്റ് അതിനകത്തുണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ കാര്യങ്ങൾ മൂന്നും അഭിഷേകത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നു, പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നു അല്ലെങ്കിൽ നിറയുന്നു, നിറഞ്ഞിട്ട് ഒരു ഓവർഫ്ലോയിങ്ങിൽ നിങ്ങൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇനിയും അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അഭിഷക്തൻ എന്നൊക്കെ പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ട്. ഈ അഭിഷക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞാണ് ക്രിസ്റ്റോസ്. അത് ക്രിസ്തുവാണ്, വേറെ ആരും അഭിഷക്തനില്ല. നമ്മൾ ചില പട്ടത്വ ശുശ്രൂഷയിലെ പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയൊക്കെ അഭിഷക്തൻ എന്ന് വിളിക്കുന്നുണ്ട്. ചില പാസ്റ്റർമാരെയൊക്കെ അപ്പോസ്തലന്മാരെന്നും അഭിഷക്തൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഒരുവൻ മാത്രമേ അഭിഷക്തനായിട്ടുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹീ ഈസ് ദ അനോയിൻറ്റഡ് വൺ. അവൻ മാത്രമേ അനോയിൻറ്റഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ തൈലം വെച്ചും അല്ലെങ്കിൽ ഇപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചും ഒക്കെ വിട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അഭിഷക്തൻ എന്ന് വിളിക്കുന്നതിൽ തന്നെ തെറ്റില്ല. എന്നാൽ ബിബ്ലിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തക പ്രകാരം അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ യേശു മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മറന്നുപോയി. ഇനിയും നമുക്ക് ഈ അഭിഷേകം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അത് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. എന്നിട്ട് ഇവിടെ സമയം തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, പരിശുദ്ധാത്മാവ് നമുക്ക് വേർതിരിച്ച് മുദ്രയിട്ട് സ്നാനപ്പെടുത്തി ഫില്ല് ചെയ്ത് അഭിഷേകം ചെയ്ത് നമ്മളെ അയച്ചിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഇന്നത്തെ ടേക്ക് അവേസ്, ഇന്നത്തെ മെസ്സേജ്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുവാൻ ഞങ്ങൾ താല്പര്യത്തോടിരുന്ന് ഉപവാസത്തിലെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവെ സഹായിക്കണമേ. ഈ അഭിഷേകം കർത്താവെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കുവാൻ, ഈ അഭിഷേകം നഷ്ടപ്പെടുത്താതിരിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ഈ അഭിഷേകത്തിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൽ വരുവാൻ ദൈവരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ താല്പര്യത്തോട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ ആത്മാവിലൊന്ന് നിറയുവാൻ, ആ ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ് ഒന്ന് വരുവാൻ കർത്താവെ അവരെ ഇടവരുത്തണമേ. നിൻ്റെ വലിയ അനോയിൻറ്റിങ് അവരുടെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ ശുശ്രൂഷകൾക്ക് വരം ഈ ദിവസങ്ങളിൽ അവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വാച്ച് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത മാസം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രാർത്ഥനയ്ക്കുള്ള ലൈവ് പ്രോഗ്രാമാണ്. അതിന് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ നിങ്ങളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.